Kerala playing against Kerala United in the match number 85 of Elite Kerala Premier League's latest season of FC Kerala. FC കേരളയുടെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. ആൻഡ് വിജയം അനിവാര്യമായ ഒരു സിറ്റുവേഷനിൽ FC കേരള യുണൈറ്റഡ് FCക്കെതിരെ മത്സരത്തിലേക്ക് കടന്നു വരുന്ന ആസ്ക് ശ്രീനാഥ് എന്ന ഹാഷ്ടാഗോടുകൂടി നിങ്ങൾക്ക് ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കാം. അകത്തേക്ക് ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറി. വീണ്ടും കേരള യുണൈറ്റഡ് FC. പ്രതാപാണ് പന്തുമായി മുന്നിലേക്ക് പോയത്. പ്രതാപിന്റെ നല്ല ഒന്നാം തരം ഒരു റണ്ണ്. പക്ഷെ നന്ദകൃഷ്ണ അദ്ദേഹത്തിന്റെ ആ ഒരു മികവിനൊത്ത് ഉയരുന്നു. പ്രതാപ് ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, തേർഡ് ടച്ച് ബ്യൂട്ടിഫുൾ ആയി എടുക്കുന്നു. അതിനുശേഷമുള്ള ആ ഒരു ഷോട്ട് കൃത്യമായി കവർ ചെയ്യുന്നു നന്ദകൃഷ്ണ. വളരെ ബ്യൂട്ടിഫുൾ ആയി. വീണ്ടും ആൻഡ് ദാറ്റ്സ് കേരള യുണൈറ്റഡ് FC. അവിടെ ഒരു സേവിന് ശേഷം കേരള യുണൈറ്റഡ് ഊർജ്ജസ്വലമായി തിരിച്ചു വന്ന് ഒരു 30 സെക്കൻഡിനുള്ളിൽ മത്സരത്തിലെ ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നു. വൺസ് അഗൈൻ ആൻഡ് ഒരു ഡിസൈഡർ പോരാട്ടത്തിൽ കേരള യുണൈറ്റഡ് FCയുടെ ഭാഗത്ത് നിന്ന് ഒരു ഡിസൈഡർ ഗോള് തന്നെ വരുന്നു. ഒരു മാച്ച് ഡിസൈഡിങ് ഗോള് തന്നെ വരുന്നു. അലക്ഷ്യമായാണ് ആ പാസ് കൊടുക്കുന്നത്. തീർച്ചയായും ഡിഫൻസിന്റെ ഭാഗത്തു നിന്ന് വന്ന വലിയൊരു പിഴവാണ്. ആൻഡ് ആ വലിയ പിഴവ് റിസപ്ഷൻ നടത്തിയത് സംപൂയ. ലെഫ്റ്റ് ഫ്ലാങ്കിൽ വീണ്ടും കേരള യുണൈറ്റഡ് അകത്തേക്ക് നല്ലൊരു ഡെലിവറി, നല്ലൊരു ചാൻസ് ആൻഡ് ദാറ്റ്സ് ദ സെക്കൻഡ് ഗോൾ. കേരള യുണൈറ്റഡ് FCക്കായി മറ്റൊരു സുന്ദര ഗോൾ കൂടി കണ്ടെത്തിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ പ്രതാപ് കളിക്കളത്തിലേക്ക് കേരള യുണൈറ്റഡിന്റെ വിജയപേരി മുഴക്കുകയാണ്. ആദ്യ മൊമെന്റുകളിൽ ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഫുട്ബോൾ തന്നെയാണ് എന്തായാലും കേരള യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. അത്രയും ടാലന്റഡ് ആയ ഒരു യങ് ലാഡാണ് PC. ഔട്ട്സൈഡ് ഓഫ് ദി ഫുട്ട് കൊണ്ട് നേരെ കെർവ് ചെയ്ത് അകത്തേക്ക് നല്ലൊരു ബോളാണ് കൊടുക്കാനുള്ള ശ്രമം നടത്തിയത്. ആൻഡ് നിഹാൽ പന്തുമായി FC കേരളയ്ക്കായി നിഹാൽ ആ സ്ക്വയർ ബോൾ അകത്തേക്ക് വെച്ച് നീട്ടുന്നു. ആൻഡ് അത് വലയ്ക്കകത്തേക്ക് വഴി തിരിച്ചു വിട്ടുകൊണ്ട് നിതീഷ് മത്സരത്തിലെ അവരുടെ ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നു 30ാമത് മിനിറ്റിൽ. ആൻഡ് ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ 1-നെതിരെ 2 ഗോളുകളുടെ പിൻബലത്തിൽ കേരള യുണൈറ്റഡ് FC ആണ് ലീഡ് ചെയ്യുന്നത്. FC കേരള എന്തായാലും കിക്ക് ഓഫ് ആവുന്നു. രണ്ടാം പകുതിക്ക് വാശിയേറിയ നിലയിൽ തന്നെയുള്ള മത്സരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പിസിയുടെ കോർണർ അകത്തേക്ക് ഫാർ പോസ്റ്റിലേക്കാണ് വരുന്നത്. ആൻഡ് നല്ലൊരു ഓപ്പണിംഗ്. ഗോൾ ലൈനിൽ വെച്ച് ആ പന്ത് ക്ലിയർ ചെയ്ത് കളയുകയാണ് എന്തായാലും ഡിഫൻസീവ് ലൈനിൽ നിന്ന്. ശ്രീജിത്ത് അകത്തേക്ക് പോകുന്നു. വീണ്ടും നല്ലൊരു ഡെലിവറി. ആ പന്ത് ഇത്തവണ വഴിതിരിച്ച് വിടുന്നത് FC കേരളയുടെ താരമാണ്. ഒരു ഓൺ ഗോളായി അത് മാറുകയാണ്. എന്തായാലും പെനാൽറ്റി ഏരിയയിലേക്ക് ശ്രീജിത്ത് വെച്ച് നീട്ടിയ ഒരു പന്ത് ക്ലിയറൻസിന് വേണ്ടി കാല് നീട്ടി, പക്ഷേ അബദ്ധവശാൽ വലയ്ക്കകത്തേക്ക് വഴിതിരിച്ച് വിടുന്നതിലേക്ക് എത്തുകയാണ്. എന്തായാലും ക്വാളിറ്റി പീസ് ഓഫ് ഡിഫെൻഡിങ് ഇത്തവണ എന്തായാലും ആ ഒരു ഡിഫൻസീവ് ലൈനിൽ സെന്റർ ബാക്ക് പൊസിഷനിൽ കുറച്ചുകൂടി ബെറ്ററായി ആ പന്ത് ഹാൻഡിൽ ചെയ്യുന്നു. പക്ഷേ മിഡ്ഫീൽഡിൽ അത് വീണ്ടും കളഞ്ഞു കുളിക്കുന്നു. നല്ലൊരു ഓപ്പണിംഗ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി എ ഗോൾ. ആൻഡ് ശ്രീജിത്ത് മത്സരത്തിലെ കേരള യുണൈറ്റഡിന്റെ 4ാമത് ഗോൾ കണ്ടുപിടിക്കുന്നു. കേരള യുണൈറ്റഡ് ഇതിൽ കൂടുതലൊന്നും അവർക്ക് ഈ ഒരു മത്സരത്തിൽ വലിയ കാര്യമായി ചെയ്യാനുണ്ട് എന്നും തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ ബോൾ റിക്കവർ ചെയ്തു. ആൻഡ് ഓവർലാപ്പ് ചെയ്ത് പോകുന്ന 2 താരങ്ങളിലേക്ക് PC ഓഫ് സൈഡ് പൊസിഷനിലാണ്. അദ്ദേഹത്തിന്റെ ഇടത് വലത് പൊസിഷനിലുള്ള 2 പേരും അതുകൊണ്ട് തന്നെ പാസിലേക്ക് പോകുന്നില്ല. PC what a goal, what an attempt and what an excellent goal. ഇതാണ് PCയിൽ നിന്ന് ഒന്നാം മിനിറ്റ് മുതൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്തായാലും 62 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത്. ഇത്രയും മികവുള്ള താരങ്ങളുണ്ട്, പക്ഷെ അവർക്ക് വരുന്ന ഏറ്റവും വലിയ പാകപ്പിഴകളിലൊന്ന് ഒരു ഓഫ് സൈഡിൽ ഒരുപാട് പെട്ടുപോകുന്നു എന്നുള്ളതാണ്. വീണ്ടും ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറി. ആൻഡ് കേരള യുണൈറ്റഡ് FC ഗോളുകളുടെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെ കമന്റേറ്റേഴ്സ് കേഴ്സായി അതിനെ കണ്ട് വീണ്ടും ഒരു ഗോളിലേക്ക് കേരള യുണൈറ്റഡ് FCയെ പറഞ്ഞു വിടുകയാണ്, അല്ലെങ്കിൽ തള്ളിക്കയറ്റുകയാണ് ഇത്തവണ വീണ്ടും. ആൻഡ് മത്സരത്തിലെ അവസാന മൊമെന്റുകളിലേക്ക് കടക്കുന്ന ഈ ഒരു അവസരത്തിൽ സ്കോർ ചെയ്യണം ഇനി വിത്തിൻ 2 മിനിറ്റ്സ്. ആൻഡ് ദാറ്റ്സ് നിയർലി ഇമ്പോസിബിൾ. അകത്തേക്ക് നല്ലൊരു ഡെലിവറിയാണ് വീണ്ടും നടത്തുന്നത്. ആൻഡ് ഒരു കൺസലേഷൻ ഗോൾ കൂടി അവിടെ എഴുതി ചേർക്കാൻ നിഹാലിന് സാധിക്കുന്നുണ്ട്. എന്തായാലും 6-2 എന്ന നിലയിലേക്ക് മാച്ച് ഒന്ന് മാറ്റാൻ അവർക്ക് കഴിയുന്നു. 88ാമത് മിനിറ്റിൽ അവർക്ക് സ്ട്രോങ് ആയി തന്നെ തിരിച്ചു വരാൻ കഴിയണം. ആൻഡ് ഫുൾ ടൈം 19 പോയിന്റുകളുമായി കേരള യുണൈറ്റഡ് FC അവരുടെ ലീഗ് അവസാനിപ്പിക്കുമ്പോൾ ദുരന്തപൂർണമായി ഒരു സീസൺ അവസാനിപ്പിച്ച് റെലഗേഷൻ നേരിടുകയാണ് ഈ ഒരു അവസരത്തിൽ FC കേരള.